സ്വലാത്തിന്റെ രാവാണ്, ദിക്റിന്റെ രാവാണ്. മുസ്തഫ നബി മദീന പള്ളിയിലേക്ക് വെള്ളിയാഴ്ച രാവിൽ വന്നാൽ പറയാറുണ്ടായിരുന്നു, മർഹബൻ ബിലൈലത്തിൽ ലത്തീഫ്, മർഹബൻ ബിലൈലത്തിൽ മഗ്ഫിറ. പാപമോചനത്തിന്റെ രാവിനാണ് സ്വാഗതം. ആയിരക്കണക്കിന് ആളുകളെ നരകീയ ജ്വാലയിൽ നിന്ന് സുഖവാസ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്താൻ മഗ്ഫിറത്തിന്റെ രാവ് വന്നു. ആ രാവിന് തന്നെ സ്വാഗതം. തൂബാ ലിമൻ അമില ഫീഹാ ഖൈറാ. ആ രാവിൽ നന്മകൾ ചെയ്തവനാണ് സകല മംഗളവും. വൈലുൽ ലിമൻ അമില ഫീഹാ ശർറാ. ആ രാവുകളിൽ തിന്മ ചെയ്ത ആളുകൾക്കാണ് സർവനാശവും എന്ന് വെള്ളിയാഴ്ച രാവിലായി പള്ളിയിൽ വന്ന അള്ളാന്റെ റസൂല് പറയാറുണ്ടായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് ഇത് സ്വലാത്തിന്റെ രാവാണ്, അമലിന്റെ രാവാണ്, ഇസ്തിഗ്ഫാറിന്റെ രാവാണ്, സൂറത്തുൽ കഹ്ഫിന്റെ രാവാണ്, സ്വതക്കയുടെ രാവാണ്, മരണമോർത്ത് കരയേണ്ട രാവാണ്, ഖബറോർത്ത് വിങ്ങേണ്ട രാവാ, മദീനയിലേക്ക് ഹൃദയങ്ങൾ ചാഞ്ചാടേണ്ട രാവാ, പുണ്യനബിയുടെ ഓർമ്മയിലായി കണ്ണുകൾ നിറയേണ്ട രാവാ, മദീനയിലേക്ക് സ്വലാത്ത് സലാമുകൾ അലമാല പോലെ തിരമാല പോലെ അതരങ്ങളിൽ നിന്ന് അടർന്നു വീണ് തലതല്ലി തകരേണ്ട രാവാ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. ഖാസിം ഉസ്താദ് എന്ന മഹാമനീഷിയുടെ ഓർമ്മയുടെ മുമ്പിൽ ഈ മഹത്തായ സ്വർഗീയ ഭൂമികയിൽ പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി ഈ രാവിൽ ഒരുമിച്ചുകൂടിയ എന്റെ സ്നേഹസമാന പുഷ്പങ്ങൾക്ക് സമാനം സദസ്സിൽ പ്രശോഭിതരായിരിക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ യുവാക്കളെ, കാരണവന്മാരെ, മറയിൽ അതബോടെ സാഗൂതം ഈ മുത്തഅല്ലിമിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, പെങ്ങന്മാരെ, പെണ്ണുങ്ങൾ വളരെ ലളിതമായും സൈലന്റായും, ആണുങ്ങൾ ഇത്തിരി ആവേശത്തോടെ ഉച്ചയിസ്തരോ മുത്തുനബിയുടെ പച്ചക്കുബ്ബയെ ഹൃത്തടത്തിൽ ഭാവന ചെയ്തു സ്വലാത്ത് ചൊല്ലുമോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. മദീന മുനവ്വറയുടെ കസ്തൂരി മണ്ണിൽ നിദ്ര കൊള്ളുന്ന പുണ്യപ്പുമാന വെള്ളിയാഴ്ച ആശക്കയങ്ങളായ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മുഴക്കി ഒഴുക്കി വിടുന്ന സ്വലാത്ത് കൊണ്ട് ആവേശഭരിതനായി പ്രത്യുപകാരത്തിന്റെ പ്രാർത്ഥനകൾ പുഞ്ചിരിയിൽ പൊതിഞ്ഞ് കൈമാറുന്ന പവിത്രമായ രാവിനെ ഈ സദസ്സിൽ നിന്ന് അള്ളാന്റെ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്ത് തവസ്സുലാക്കി നമുക്കൊന്ന് ദുആ ചെയ്യാം. റഹ്മാനായ റബ്ബേ, സദസ്സിൽ പങ്കെടുത്ത ആണുങ്ങൾ, പെണ്ണുങ്ങൾ, യുവാക്കൾ, കുട്ടികൾ, പ്രായമുള്ളവര്, മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങളോ, റബ്ബുൽ ആലമീനേ, ഓരോ വിഭാഗം ആളുകൾക്കും അവരുടെ മേഖലയിൽ നീ ഖൈറും ബർക്കത്തും മികവും ശേഷിയും ക്ഷേമുഷിയോ ഗ്രാഹ്യശേഷിയും കൊടുക്കണേ റബ്ബേ. നിന്റെ പൊരുത്തം നൽകണേ അല്ലാ, നിന്റെ സന്തോഷം സുരക്ഷിതത്വം സംരക്ഷണം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ഈ സദസ്സിനെ ഖൈബാക്കല്ല അല്ലാ.
ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹാ. ഇതാണ്. കാരണം ഇതൊന്നുമല്ല. ദുന്യവി ജീവിതം പടച്ചോന്റെ ഖുർആൻ ജീവിതമായിട്ട് കണ്ടിട്ടേ ഇല്ല. സൂറത്തുൽ മുൽക്ക് പറഞ്ഞേനെ ഖലഖ അൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും ഹസന അമലാന്ന. മൗത്ത് ഹയാത്തോ പറഞ്ഞത്. കാരണം ഒരു മൗത്ത് അതിനേശമുള്ള ഹയാത്ത്. ഈ ഹയാത്തല്ല, ഇത് അയ്യാമുൽ മൗത്താണ്. അയ്യാമുൽ ഹയാത്ത് ആഖിറാണ്. ഇത് അയ്യാമുൽ മൗത്താണ്. ഇതിവിടെ നമ്മൾ ആരും ജീവിക്കണില്ല, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഇത് കാസിം ഉസ്താദ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നേരത്തെ റഷീദ് വലിയ ഉസ്താദ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വേഷം, അദ്ദേഹത്തിന്റെ വാച്ച്, അദ്ദേഹത്തിന്റെ ബനിയൻ, അദ്ദേഹത്തിന്റെ കസേര, അദ്ദേഹത്തിന്റെ ഭവനം, അദ്ദേഹത്തിന്റെ റൂം, അദ്ദേഹത്തിന്റെ ഭക്ഷണം, ഇത് തലേ കയറിയിട്ടില്ല. ഫഅമ്മാമൻ തുഗാ വആഥറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. സഹാബാക്കളൊക്കെ അങ്ങനെ ഒരായത്ത് കണ്ട് ഇറങ്ങിയ അത് അമലിൽ കൊണ്ടുവന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മാ തുഹിബ്ബു എന്നുള്ള ആയത്ത് ഇറങ്ങിയത്. നിങ്ങൾക്ക് സ്വർഗം സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കണം, അപ്പോഴേ സ്വർഗം കിട്ടൂ എന്ന അർത്ഥമുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിനിടയിൽ ഇങ്ങനെ ആക്കി. നിസ്കാരത്തിന്റെ ഇടയിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു. നിസ്കാരത്തിന്റെ ഇടയിൽ എന്താ അങ്ങനെ ആക്കുന്നത്? ഓപ്പറേറ്റർ സൗണ്ട് ഒന്ന് കൂട്ടിയിട്ടാ, സൗണ്ട് ഒന്നും കൂടി കൂട്ടിയേ. ഇതിൻ്റെയൊക്കെ വാടകങ്ങൾ വാങ്ങൽ ജായിസ് ആണെങ്കിൽ ഇതൊക്കെ തുറക്കണം. ലൻ തനാലുൽ ബിർറ, അങ്ങനൊക്കെ നിങ്ങളെടുത്തുണ്ട്, പൂട്ടി വെച്ചാണ് അല്ലേ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുന്നത് വരെ നിങ്ങൾ അൽബിറിന് എത്തിക്കൂല. അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം സ്വർഗ്ഗം എത്തിക്കൂല എന്നാ. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആക്കി. ആളുകൾ വെച്ചു നിസ്കാരത്തിനിടയിൽ ഇങ്ങനെ ആക്കി. എന്തെന്ന് വെച്ച് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചോന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നവരെ സ്വർഗം കിട്ടൂല എന്നല്ലേ പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയാണ് അപ്പുറത്തെ സൊഫിൽ ഉണ്ടായിരുന്നത്. അപ്പം അവൻ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ എന്നെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞതാണ് ഈ ആയത്ത് ഇറങ്ങിയപ്പോഴേ. ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ ആ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടച്ചോന്റെ മാർഗത്ത് കൊടുക്കാനേ നിന്നെ ഞാൻ മോചിപ്പിച്ചടാന്ന് പറഞ്ഞതാണ്. കാരണം അവരെ തലേക്ക് കയറി ആഖിറത്തിന്റെ ചിന്ത. അപ്പം ആ സ്പോട്ടിൽ അമൽ ചെയ്തു. ഇതായിരുന്നു സഹാബാക്കൾ. പലിശയുടെ ആയത്തിറങ്ങിയപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നീച്ചു പറഞ്ഞു, എനിക്ക് തിരിച്ച് കാശ് തരാനുള്ളവർക്കൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു വന്നു. ആദ്യം പലിശ വ്യാപാരിയായിരുന്നു. ആയത്തിറങ്ങിയപ്പോൾ പുറക്കിട്ടു, നീ മേലാൽ എനിക്ക് തരാനുള്ളവര് പൈസ ഇല്ലെങ്കിൽ തരണ്ട, കൂടുതലുള്ളത് ഏതായാലും വേണ്ട, അല്ലാത്തവരും തരണ്ടെന്ന് പറഞ്ഞു. ചിന്തിക്കണം നിങ്ങള്. അവരുടെ ഇടയിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും ആഖിറത്തിന്റെ അലച്ചയിൽ അറിയാതെ സംഭവിച്ചു പോയതാണ്. ആഖിറത്തിന്റെ അലച്ചയിൽ അറിയാതെ സംഭവിച്ചു പോയതാണ്. ദുന്യാവിന്റെ അലച്ചയിൽ സംഭവിച്ചതല്ല. അവരുടെ ഹൃദയം റുഹമാഉ ബൈനഹും. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ നിങ്ങള്.